കാൽപന്ത് കളിയെ ഹൃദയത്തിലേറ്റിയവരുടെ നാട്ടിൽ പന്ത് തട്ടാൻ മിശിഹ വരുന്നു. കേരളത്തിലെ കളിപ്രേമികൾ ആവേശത്തിലാണ്. ഈ നൂറ്റാണ്ട് കണ്ട മഹാപ്രതിഭ ലയണൽ മെസ്സിയും സംഘവും മലയാള മണ്ണിലേക്ക് വരുന്നു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം സ്ഥിരീകരിച്ചത്. 2025 മെസ്സിയും സംഘവും പന്ത് തട്ടാനായി കേരളത്തിലെത്തുന്നത്. ഓർമ്മയില്ലേ, ഖത്തർ ലോകകപ്പ് സമയത്ത് കോഴിക്കോട് പുള്ളാവൂർ പുഴയുടെ നടുവിൽ മെസ്സിയുടെ കട്ടൗട്ട് സ്ഥാപിച്ചത്? അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഫിഫയുടെ ഔദ്യോഗിക പേജിലുമെല്ലാം മലയാളികളുടെ മെസ്സി പ്രേമം വലിയ ചർച്ചയായിരുന്നു. ലോകകപ്പ് നേടി ചരിത്രമെഴുതിയ ശേഷം മലയാളികളുടെ പിന്തുണയ്ക്ക് അർജന്റീനിയൻ ഫുട്ബോൾ അധികൃതർ നന്ദി അറിയിച്ചിരുന്നു. അന്നു മുതൽ മലയാളികൾ ആശിച്ചതാണ് ഈ മണ്ണിൽ മെസ്സിയും സംഘവും പന്തു തട്ടുന്ന നിമിഷം. ഇപ്പോഴിതാ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 2 മത്സരങ്ങളായിരിക്കും അർജന്റീനിയൻ ടീം കേരളത്തിൽ കളിക്കുക. വേദിയായി കൊച്ചിക്കാണ് പ്രഥമ പരിഗണന. ഖത്തർ, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ ടീമുകളെയാണ് എതിരാളികളായി പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീടുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും 2025 ഇന്ത്യയിൽ അർജന്റീനിയൻ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ വെച്ച് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് മന്ത്രി അറിയിച്ചു. കൂടുതൽ ചർച്ചകൾക്കായി 1.5 മാസത്തിനകം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ കേരളത്തിലെത്തും. തുടർന്ന് സംയുക്തമായി മത്സരം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അർജന്റീനിയൻ ടീമിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചെലവുകൾ സ്പോൺസർ ചെയ്യാൻ കേരളത്തിലെ വ്യാപാരി സമൂഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമാണ് സംയുക്തമായി രംഗത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനകീയമായി നടത്തും. എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് മോണിറ്റർ ചെയ്ത് സർക്കാർ ഒപ്പമുണ്ടാകും. ഇത്തരമൊരു ജനകീയ ഫുട്ബോൾ മാമാങ്കത്തിന് പിന്തുണ നൽകാൻ തയ്യാറായ വ്യാപാരി സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി അറിയിക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കായിക രംഗത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്പോർട്സ് എക്കോണമി വളർത്തുന്നതും ലക്ഷ്യമിട്ടാണ് അർജന്റീനൻ ടീമിനെ കേരളത്തിൽ ക്ഷണിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കായിക ഉച്ചകോടി സംഘടിപ്പിച്ചതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇതേ തുടർന്ന് 5000 കോടിയോളം രൂപയുടെ നിക്ഷേപം ഇതിനകം ഉറപ്പായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു.